തിരികെ വാർത്തയിലേക്ക്. പ്രതിപക്ഷ നേതാവിന് വോയിസ് അറസ്റ്റ്. ഇന്ന് തിരുവനന്തപുരത്ത് നടത്താനിരുന്ന വാർത്താ സമ്മേളനം മാറ്റിവെച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ നേതാവ് മറുപടി പറയേണ്ടി വരും. വാർത്താ സമ്മേളനം മറ്റൊരു ദിവസം നടത്തും. വിശദാംശങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെയുള്ള വെളിപ്പെടുത്തൽ ഓരോന്നായി ഇങ്ങനെ പുറത്തു വരുന്ന ഘട്ടത്തിലാണ് വോയിസ് റെസ്റ്റിലേക്ക് പ്രതിപക്ഷ നേതാവ് മാറിയിരിക്കുന്നത്. അതായത് ബോധപൂർവമായ മറുപടികളിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു ഉപാധി എന്നുള്ള വിമർശനം തന്നെയാണ് ഉയരുന്നത്. തീർച്ചയായിട്ടും കെ പി അത്തരത്തിൽ തന്നെയാണ്. കാരണം കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ KPCC UDF ഒക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായിട്ട് വരുന്ന ഇത്തരം വിഷയങ്ങളിൽ ആരോപണങ്ങളിൽ വ്യക്തമായിട്ടുള്ള മറുപടി പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷ നേതാവിനെ മാധ്യമങ്ങൾ ഈ പ്രതികരണത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് വോയിസ് റെസ്റ്റ് എന്നാണ് പറഞ്ഞത്. ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ അല്പസമയം മുമ്പാണ് നമുക്കത് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വോയിസ് റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. സംസാരിക്കാൻ കഴിയില്ല, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ശബ്ദം പുറത്തേക്ക് വരാത്തതിന് കാരണം ശാരീരിക ബുദ്ധിമുട്ടുകൾ ാണോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നേരത്തെ KP സൂചിപ്പിച്ചതുപോലെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും അതോടൊപ്പം തന്നെ MLA-യുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ UDF മറുപടി പറയേണ്ടി വരുന്ന ആശങ്കയാണോ ഇത്തരത്തിൽ വോയിസ് റെസ്റ്റിന് കാരണമായിട്ടുള്ളതെന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് പുറത്തു വരുന്ന വാർത്ത AICC നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നീക്കാനുള്ള ശ്രമം വന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടാത്ത MLA-യെ നാട്ടുകാർ കൂടി സഹിക്കേണ്ടി വരുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഓരോ ദിവസമായി വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് എടുത്തു പറയുന്നില്ല എങ്കിലും നമുക്കറിയാം, ആദ്യം ഇത്തരത്തിലൊരു ആരോപണം വന്നപ്പോൾ മാധ്യമങ്ങൾ പ്രതികരണം തേടിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഹൂ കെയേഴ്സ് എന്ന വാക്കാണ്. ആ വാക്കിനെ എടുത്തു ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പ്രമുന്നതായിട്ടുള്ള നേതാവ് തന്നെ ഇത്തരത്തിൽ ഹണി ഭാസ്കർ എന്നുള്ള ആ ഒരു പ്രവാസി എഴുത്തുകാരി പേര് പറഞ്ഞു തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിലുള്ള സന്ദേശങ്ങൾ അയച്ചു, മറ്റു ഉള്ളവരോട് തന്നോട് മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്ന് പേര് തന്നെ പറഞ്ഞ് ഹണിയടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ കൂടുതൽ പേർ രംഗത്ത് വരാനുള്ള ഒരു സാധ്യതയും മുന്നിലുണ്ട്. അത് തന്നെയാണ് റിനി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞതും. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു ഒഴിഞ്ഞുമാറൽ തന്നെയാണ് VD സതീശൻ നടത്തിയത്, അല്ലേ? തീർച്ചയായിട്ടും VD സതീശന് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വ്യക്തമായിട്ടുള്ള മറുപടി ഈ വിഷയങ്ങളിൽ പറയേണ്ടതായിട്ട് വരും. കാരണം ഒരു പെൺകുട്ടി, റിനിയെ സംബന്ധിച്ചിടത്തോളം ഈ പെൺകുട്ടി നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവിനെ പിതൃസ്ഥാനത്ത് കാണുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അത്രയും അടുപ്പമുള്ള ആളാണ്. തനിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ തനിക്കെതിരെ ഈ നേതാവ് നടത്തിയ ഇത്തരത്തിലുള്ള അശ്ലീല പരാമർശങ്ങളും അശ്ലീല സന്ദേശങ്ങളും മോശമായി പെരുമാറിയതൊക്കെ പലതവണ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനോട് ഉൾപ്പെടെ പറഞ്ഞിരുന്നിട്ട് പോലും അതിന് പരിഹാരം കണ്ടെത്തില്ല. ഒരുപക്ഷെ സംഘടനാ തലത്തിൽ അന്ന് തന്നെ നടപടിയെടുത്തെങ്കിൽ, സംഘടനാ തലത്തിൽ അന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് താക്കീത് നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റു പെൺകുട്ടികളോട് പോലും ഇത്തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങളുള്ള സന്ദേശങ്ങൾ അയക്കില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ ലൈംഗിക വൈകൃതങ്ങൾ കാണിക്കില്ലായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ പാർട്ടി UDF അല്ലെങ്കിൽ ഇത്തരത്തിൽ കോൺഗ്രസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ അയാൾ അധികായകനായിട്ട് ഇങ്ങനെ വളർന്നു വരുന്നതും അയാൾക്ക് എല്ലാ നിയമവ്യവസ്ഥിതികളോട് നോക്കിക്കൊണ്ട് ഹൂ കെയേഴ്സ് എന്ന് പറയേണ്ടി വരുന്നതും ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ പെൺകുട്ടികൾക്ക് ലഭിക്കേണ്ട നിയമപരിരക്ഷയ്ക്ക് പുറമെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് പലപ്പോഴും ഈ UDF തന്നെ പല ഘട്ടത്തിൽ പറയുന്നത് സ്ത്രീകളുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയാണെന്ന് പറയുമ്പോഴും സ്ത്രീകളെ ചവിട്ടിയരയ്ക്കുന്ന നിലപാടുകൾ തൻ്റെ കൂട്ടത്തിലുള്ളവർ കാണിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന് മൗനം പാലിക്കാനാണ് സാധിക്കുന്നത്. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ മൗനം പാലിക്കാൻ സാധിക്കുന്നത്? എന്തായാലും ഇന്ന് നടത്താനിരുന്ന വാർത്താ സമ്മേളനം മാറ്റിവെച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് സമാധാനമായിട്ട് വോയിസ് റെസ്റ്റ് എടുക്കട്ടെ. KP അതെ, ടിൻഡു ദാസാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.